നമസ്കാരം. പൊതുവെ കാറുകളെല്ലാം തന്നെ പുതിയ പ്ലാറ്റ്ഫോമിൽ പുതിയ ഡിസൈൻ രൂപപ്പെട്ടു വരുന്നതാണ്. എന്നാൽ ഫോർച്യൂണർ അങ്ങനെയല്ല. ടൊയോട്ടയുടെ ഹൈലക്സ് പിക്കപ്പ് വളർന്ന് അതിൽ ബോഡി കെട്ടി രൂപം കൊണ്ടതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഫോർച്യൂണർ. 1968 ടൊയോട്ട ആദ്യമായി ഹൈലക്സ് പിക്കപ്പ് ഇറക്കുന്നത്. വിൽപ്പനയ്ക്കും സ്വീകാര്യതയ്ക്കും അനുസരിച്ച് 4, 5, 7 വർഷം കൂടുമ്പോൾ മോഡൽ മാറുക പതിവാണല്ലോ. സെക്കൻഡ് ജനറേഷൻ 72-ലും, തേർഡ് ജനറേഷൻ 78-ലും, ഫോർത്ത് ജനറേഷൻ 84-ലുമാണ് പ്രൊഡക്ഷൻ തുടങ്ങിയത്. മാത്രവുമല്ല, ഹൈലക്സ് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടി ബോഡി ലിഫ്റ്റ് ചെയ്ത് 4 വീൽ ഡ്രൈവ് 84-ൽ ലോഞ്ച് ചെയ്തു. അതിന് അവർ ഫോർ റണ്ണർ എന്നും ചില പ്രദേശങ്ങളിൽ ഹൈലക്സ് സർഫ് എന്നും പേര് നൽകി. പല ജാപ്പനീസ് കാറുകളും അങ്ങനെയാണ്. ചില റീജിയണിൽ, ചില രാജ്യങ്ങളിൽ പേരുകൾക്ക് വ്യത്യാസം വരാം. പല രാജ്യങ്ങളിലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയും പിന്നിലെ ഓപ്പൺ കാരിയർ ഫൈബർ ഗ്ലാസ് ബോഡി ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. ആ കാലങ്ങളിൽ ഞാൻ ഇങ്ങനെ ഗൾഫിൽ ധാരാളം കണ്ടിട്ടുണ്ട്. ചില രാജ്യങ്ങളിലെ ജനങ്ങളുടെ താല്പര്യവും ഡിമാൻഡും കണ്ടിട്ടാകാം ഒരുപക്ഷെ ടൊയോട്ട ആ പിക്കപ്പ് ഫുൾ ബോഡി ചെയ്ത് ഫോർച്യൂണർ എന്ന മിഡ് സൈസ് SUV നിർമ്മിക്കാൻ കാരണം. അങ്ങനെ നിലവിലുള്ള ടൊയോട്ടയുടെ തന്നെ RAV4 എന്ന SUV-യുടെയും പ്രാഡോ എന്ന SUV-യുടെയും ഇടയിൽ ഫോർച്യൂണർ സ്ഥാനം നേടി. ടൊയോട്ട എന്ന ബ്രാൻഡിനോടുള്ള താല്പര്യവും റിലയബിലിറ്റിയും കൊണ്ടാകാം ലക്ഷറി ബ്രാൻഡുകളായ Q3, XC40, GLA, X1 എന്നീ വാഹനങ്ങളുടെ സമാന വിലയുണ്ടായിട്ടും ഫോർച്യൂണർ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും വാങ്ങുന്നതും. താങ്ക് യു ഫോർ വാച്ചിങ്.